ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 5. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ഈസ്റ്റർ ദിനാശംസകൾ. ഞാൻ എൻ്റെ ടെറസ് തോട്ടത്തിലെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയ കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏപ്രിൽ മാസമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഏപ്രിൽ 5ആണ്, അതായത് ഏപ്രിലിൻ്റെ ഒരു തുടക്കമാണ്. ഏപ്രിൽ മാസം എന്ന് പറയുന്നതും വേനൽക്കാലത്തിൻ്റെയും ചൂടുകാലത്തിൻ്റെയും ഒരു തുടർച്ചാ സമയം തന്നെയാണ്. അതായത് നല്ല വെയിലും ചൂടും ഒക്കെ കിട്ടുന്ന സമയം തന്നെയാണ്. എന്നാലും ഇപ്പോൾ ഏകദേശം എൻ്റെ ചെടികളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്കിതിനെല്ലാം തുടങ്ങേണ്ടുന്ന ഒരാവശ്യമുണ്ട്. എന്നാലും ഉണ്ടല്ലോ, ഈ ശീതകാല പച്ചക്കറി ചെടികളായ കാബേജ്, കോളിഫ്ലവർ, അതുപോലെ ലെറ്റ്യൂസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ കോട്ടയത്തെ തിളയ്ക്കുന്ന ചൂടിൽ ഈ സമയത്ത് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. എന്നാലും ഇതുപോലെ കോളിഫ്ലവറിൻ്റെ തൈകളൊക്കെ ഞാൻ നട്ട് വളർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതാണിത്, ഏറ്റവും ആദ്യം നട്ടതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ചുവട് പിടിച്ചു തുടങ്ങുന്നതാണ്. ഇതൊന്നും തന്നെ ഞാൻ തൈകൾ വാങ്ങിച്ചു നട്ടതല്ല, വിത്തുകൾ പാകി കിളിപ്പിച്ചിരിക്കുന്നതല്ല. 10 പൈസ പോലും ചെലവില്ലാതെ കോളിഫ്ലവറിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്നറിയാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് മുളക്. ചൂട് കാലം അല്ലെങ്കിൽ ചൂടുള്ള സമയം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ച മുളകാണ്. കണ്ട് എല്ലാം തന്നെ ചൂട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചൂട് കാലമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പുത കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഉണങ്ങിയ ഇലയോ പച്ചിലകളോ ഉപയോഗിച്ച് ചെയ്യാം. ഞാനിവിടെ മിക്കവാറും എല്ലാ ചെടികൾക്കും തന്നെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ഉണങ്ങിയ ഇലകളുടെ ലഭ്യത അനുസരിച്ച് വേണം നമുക്കത് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ പേപ്പറോ അല്ലെങ്കിൽ വാഴയിലയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കൃത്യമായിട്ട് പുത കൊടുത്തെങ്കിൽ മാത്രമേ വേനൽക്കാലത്തെ കൃഷിയെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നന കൊടുക്കുക എന്ന് പറയുന്നത് രാവിലെ വെയിൽ തെളിയുന്നതിന് മുന്നേ ഉള്ള സമയത്തും അതുപോലെ വെയിൽ തീർന്നതിന് ശേഷവും 2 നേരവും ഇങ്ങനെയുള്ള സമയത്ത് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷിയെ വിജയിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മുളകിൻ്റെ ചെടിയാണ്. ഇത് ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ പോയി നട്ടിട്ട് വരാം. ഈ പാത്രത്തിനകത്താണ് നമ്മൾ നടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ മണ്ണിനെ കണ്ടോ, ഇതുപോലെ ഞാൻ അടിയിൽ നല്ലോണം ഉണങ്ങിയ ഇലകൾ ഇട്ടിട്ടാണ് മണ്ണ് നിറയ്ക്കുന്നത്. അല്ലെ ഈ സമയത്ത് നനവ് നിൽക്കത്തില്ല. അപ്പോൾ നമ്മളൊരു നല്ല കുഴി ഉണ്ടാക്കിയിട്ട് ഈ കുഴിക്കകത്തേക്ക് ഞാൻ ഇടുന്നത് ആദ്യം കുറച്ച് സ്യൂഡോമോണാസ് ആണേ. കുറച്ച് സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കുറച്ച് ചാണകപ്പൊടിയാണേ. ഇനി ഞാൻ ഈ ചാണകപ്പൊടിക്കകത്തേക്കാണ് ഈ മുളകിൻ്റെ തയ്യെ നടാൻ പോകുന്നത്. 2 എണ്ണം നടുന്നുണ്ട്. കാരണം എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാലും രണ്ടാമത്തേത് അവിടെ നിലനിൽക്കും. കണ്ടോ? അപ്പം ഇതേപോലെ ഇങ്ങനെ വെച്ച് മണ്ണിട്ട് കൊടുക്കുക, അതുപോലെ പുതയിട്ട് കൊടുക്കണം, അതുപോലെ നനച്ചു കൊടുക്കണം. ഇത്രയും ചെയ്താൽ ഈ പച്ചമുളക് നഷ്ടപ്പെട്ടു പോകാതെ കിളുക്കും. പിന്നെ വേറൊരു കാര്യമാണ്, ഈ ചൂട് കാലത്ത് നടുമ്പം എപ്പോഴും വൈകുന്നേരങ്ങളിൽ നടാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ മുളകിൻ്റെ ചെടികൾ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ 2 മുളക് ചെടിയും പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോയി. ഇപ്പം കണ്ടോ എന്തോരം മുളക് ഉണ്ടായിരുന്നെന്ന് കണ്ടോ. എല്ലാം ഉണങ്ങിയത് കൊണ്ടാണോ എന്താണോ മുളക് ഇതേപോലായി. അപ്പം ഞാനിതെല്ലാം ഒന്ന് പറിച്ചെടുക്കുവാണ്. പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. ഇത്രയും മുളക് ഞാൻ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ഇനി ഇതിനെ മുഴുവനും പറിച്ച് കളഞ്ഞാൽ ഇവിടോട്ട് തന്നെ ഞാനിതങ്ങ് ഒടിച്ച് ചേർക്കും. അതിൻ്റെ മുകളിലോട്ട് പുതിയ മണ്ണും വളവും എല്ലാം ചെയ്തിട്ട് വേണം പുതിയ ചെടിയെ നമുക്ക് നട്ട് വളർത്താൻ. ഇത് കണ്ടോ, ഇഞ്ചി ഇരിക്കുന്നുണ്ടോ? ഇഞ്ചി വേണോ? ഇതുപോലെ ഒരു ചോട് ഇഞ്ചി കൂടെ ഉണ്ട്. ഇതുകൂടെ പറിച്ചെടുത്തിട്ട് വേണം. ഇത് മുളയ്ക്കാൻ തുടങ്ങി. കണ്ടോ കഴുകേണ്ട ആവശ്യം പോലുമില്ല, നല്ല വൃത്തിക്കിരിക്കുക ഇഞ്ചി. ഇതുപോലെ ചൊള്ളച്ചു പോകുന്നുണ്ട്. കണ്ടോ, നഷ്ടപ്പെട്ടു പോകും. ഇവിടെ കുറച്ച് ഇഞ്ചിയും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ പോയി. ഇതുകൂടെ എടുക്കുവാണേ. ഇനി നമുക്ക് ഇവിടെ തന്നെയാണ് സാധാരണ നമ്മൾ പറയും ഇതുകൊണ്ട് ഇത്രയും അഴുകിപ്പോയി. ഉണ്ടോ, ഇഞ്ചി സമയത്ത് വിളവെടുത്തില്ലെങ്കിൽ ഇതേപോലത്തെ നഷ്ടങ്ങൾ വരും. എടുത്തോണം. അപ്പം ഇതിനകത്തുനിന്ന് എനിക്കിത് ഇത്ര ഇഞ്ചി കിട്ടിയിട്ടുണ്ടേ. ഇതിനകത്തും ചൊള്ളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ പോയി. അപ്പം ഇത്രയും ഇഞ്ചിയാണ് ഈ തടത്തിനകത്തുനിന്ന്
കുറേ പ്രാവശ്യം വിളവെടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണേ. ഇനി ഇത് അടുത്ത പ്രാവശ്യം ഇതിൽ തന്നെ ഞാൻ ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് എങ്ങനെയാണ് സെറ്റാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഉണങ്ങിപ്പോയ വേറെ മുളകുണ്ടേ, അങ്ങോട്ട് പോവാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു പച്ചമുളകിലെ ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ പച്ചമുളകുള്ളൂ, ബാക്കിയെല്ലാം തന്നെ വാടിയും കരിഞ്ഞും ഒക്കെ പോയി. എന്നാലും ഇതേ കണ്ടോ, കുറേ അധികം പഴുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പഴുത്ത മുളകും കൂടെ പറിക്കുവാണേ. ഇത്രയും പഴുത്ത മുളക് കിട്ടിയിട്ടുണ്ടേ. ഇനി ഒരു പച്ചമുളകും കൂടെ കരിഞ്ഞു പോയിട്ടുണ്ട്, അതേ നിങ്ങളെ പറിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് പോയ ചെടിയാണേ. അപ്പോൾ ഇതേലെ മുഴുവനും പറിച്ചെടുക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതേലും കൂടുതലും പഴുത്ത് കിടക്കുവാണ്. അപ്പോൾ അതും കൂടെ പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. ഇതുപോലെ ചൂടുകാലത്ത് നട്ട് വളർത്താൻ പറ്റുന്ന മറ്റൊരു ചെടിയാണ്, നമുക്ക് അത്യാവശ്യമുള്ളതുമാണ് തക്കാളി. അപ്പം ഇവിടെയൊക്കെ തക്കാളി ഉണ്ട്. ഇത് ചെറുത്തക്കാളിയാണേ, കണ്ടോ. ഇത് മഞ്ഞ ചെറുത്തക്കാളിയാണ്, നല്ല മധുരമുള്ള തക്കാളിയാണ്. ഒരെണ്ണം തിന്ന് കാണിക്കാവേ. സൂപ്പറാ. ഇത്രയും വലിപ്പമേ ഒക്കത്തുള്ളൂ, പക്ഷെ കൊലയായിട്ടുണ്ടാവും. ഇത് ഇങ്ങോട്ട് വളഞ്ഞു നിൽക്കുക. എത്ര പിടിച്ചു നിർത്തിയാലും അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞു പോകും. പിന്നെ പൂക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ആ പൂ പോകാതെയും ഒക്കെ വേണം പിടിച്ച് കെട്ടിക്കൊടുക്കാൻ. ഇങ്ങനെ ഞാൻ ഇവിടെ നടുന്നത്. അയ്യോ നോക്കി ഒരെണ്ണം പറഞ്ഞു പോയി കണ്ടോ. ഈ പാത്രത്തിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന മണ്ണിലേക്കാണ്. അപ്പോൾ ഇതുപോലെ നല്ലോണം മണ്ണിനെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട്, ഞാൻ മുമ്പേ മുളക് നടുന്ന കാണിച്ചില്ലേ, മുളകും വഴുതനയും തക്കാളിയും എല്ലാം ഏകദേശം ഒരേ ആൾക്കാരാണേ. കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് വേണം നടാനേ. തക്കാളിയും ഞാൻ ഇതുപോലെയാണ് 2 or 3 എണ്ണം ഒരുമിച്ച് നടും. നമുക്കറിയാവുന്നതാണ് തക്കാളിക്ക് എപ്പോഴും നിന്ന നിപ്പിൽ വാട്ടരോഗം വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ട് പോയാലും നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു ചെടിയെങ്കിലും കായ്ക്കത്തക്ക രീതി വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് പൊതയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇത് നമ്മുടെ ഒരു തക്കാളിയാണ്. അപ്പം അതിൽ അത്യാവശ്യം 5-6 എണ്ണം പഴുത്തതുണ്ട്. ഇതുണ്ട്, തക്കാളിയുടെ എണ്ണം കൂടിയിട്ട് ഈ കമ്പ് മറിഞ്ഞു പോയിരിക്കുവാണേ. അപ്പം ഞാൻ ഇതേന്ന് കുറച്ചെണ്ണം പറിച്ച് അവർക്കൊരാശ്വാസവും കൊടുക്കാം, നമുക്ക് 5-6 തക്കാളി കിട്ടുകയും ചെയ്യും. കണ്ടോ, ഈ പാത്രത്തിലിടാം. അപ്പം ഈ പാത്രത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ചുവപ്പാണേ, കണ്ടോ. ഇതേപോലെ ഇപ്പം ഇത്രയും തക്കാളി കിട്ടിയാൽ നമുക്ക് ഒരാഴ്ചത്തേക്കിന് എന്തായാലും വേറെ തക്കാളി മേടിക്കാതെ കഴിഞ്ഞുകൂടാനായിട്ട് പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വിഷു വരെയുള്ള ഒരു തക്കാളി നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ഇതിനെ, കണ്ടോ. അപ്പോൾ അത്രയും തക്കാളി കിട്ടി. ഇത്രയും കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം എൻ്റെ ചെടികൾ ഏകദേശം എല്ലാം തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു വേനലിൻ്റെ ആധിക്യം കൊണ്ട്. വഴുതന ഇല്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് വഴുതന നട്ടുപിടിപ്പിക്കാം. ചുവട് പിടിച്ചു കഴിഞ്ഞിട്ട് ആ മഴ വരുന്ന സമയത്ത് അവർ നന്നായി വളർന്നു കയറിക്കോളും. ഇപ്പം ഇതുപോലെയുള്ളൊരു വഴുതനയാണേ. ഇത് കണ്ടോ, ഉണ്ട വഴുതനയാണ് കേട്ടോ. ഇത് കണ്ടോ, കറുത്ത ഉരുണ്ട വഴുതനയാണ്. ഇതിൻ്റെ വിത്തുകൾ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു ഹായ് മെസ്സേജ് സെൻഡ് ചെയ്താലും മതി, ഞാൻ അയച്ചു തരാം കേട്ടോ. ഇതുപോലെ നല്ല മുഴുത്ത ഉണ്ടവഴുതന ഉണ്ടാകുന്ന നല്ലൊരു ചെടിയാണിത്. അപ്പോൾ ഇവർക്ക് കൃത്യമായി നമ്മളൊരു കാര്യം ഓർത്തോണം, ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും വളം, ജൈവ സ്ലറിയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു വളം 15 ദിവസം കൂടുമ്പം കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ വിളവ് വളരെ കുറഞ്ഞു പോകും. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം പലതരത്തിലുള്ള കാന്താരിയാണേ. ഇതൊരു ചെറിയ മഞ്ഞ നിറമുള്ള കാന്താരിയാണ്. ഇത് വെള്ള നിറത്തിലുള്ള കാന്താരിയാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 5-6 മുളകൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. ഇത് പിന്നെ കുരുടിപ്പ് രോഗം വന്ന് നഷ്ടപ്പെട്ട് പോയിട്ട് വീണ്ടും കിളുത്ത് വരുവാണ് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ കാന്താരിയാണേ, ഹൈബ്രിഡ് കാന്താരിയാണ്. അപ്പോൾ കാന്താരി മുളകിന് ഒരു ഇച്ചിരി കൂടെ വലിപ്പം കാണും, പണ്ടത്തെ കിരികിരാന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കാണും ഹൈബ്രിഡ് കാന്താരിക്ക്. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, ഇതുണ്ടോ, എൻ്റെ ശീതകാല പച്ചക്കറികളെല്ലാം തന്നെ ഞാൻ പോയേച്ച് വന്നപ്പോഴത്തേക്കിന് മൂപ്പ് കൂടി നഷ്ടപ്പെട്ടു പോയതാണിത്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ ഒരെണ്ണം ഇവിടെ നിൽപ്പുണ്ട്, കണ്ടോ, നല്ല വലിപ്പമുള്ളതാണ്. 1 കിലോയ്ക്ക് മിച്ചം വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതുപോലെ വയലറ്റ് നിറം വരിക പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കാറുള്ളതാണ്. ഈ വയലറ്റ് നിറം വരുന്നത് ഇതിൻ്റെ വിളവ് കൂടിപ്പോയി കഴിയുമ്പോഴാണ്. അപ്പം നമുക്ക് കറി വെച്ച് കൂട്ടാൻ അത്ര ടേസ്റ്റ് ഇല്ല, ഇതിന് കട്ടി പിടിക്കും. മഴക്കാലം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ചീര നട്ടുപിടിപ്പിക്കാം. ചുവപ്പ് ചീരയും പച്ചച്ചീരയും പല തരത്തിലുള്ള ചീരകളുണ്ട്. എല്ലാ തരത്തിലുള്ള ചീരകളും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ചൈനീസ് കാബേജ് ആണേ.
അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഇലയെല്ലാം ഇതേപോലെ കേടുപിടിച്ച് നിന്നപ്പം ഞാൻ ഇവരെ ഇലയാക്കിയിട്ട് കാണിക്കാം, അതിന് ഞാനൊരു സാധനം സ്പ്രേ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും അതെന്നാന്നൊന്നും എന്നോട് കമൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, ചെടികളതെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് തക്കാളി കഴിഞ്ഞ ദിവസം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇനി ഇതിന് പുതയിട്ട് കൊടുക്കണം, എങ്കിലേ ഇവർക്കൊരു നല്ല ആരോഗ്യത്തോടെയുള്ള വളർച്ച കിട്ടത്തുള്ളൂ. നമുക്ക് നട്ടു വളർത്താൻ പറ്റിയ മറ്റൊന്നാണ് വെണ്ട. അപ്പം ഇത് ഞാനിവിടെ നമ്മുടെ പോട്ടിംഗ് മിക്സ് എടുത്ത് ഒരു പാത്രത്തിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തെ മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ വെണ്ട വിത്ത്. കണ്ടോ, അപ്പോൾ അവരെ ഒരു 3 എണ്ണം ഞാൻ ഇടുന്നുണ്ട്. ഒന്നാമത് പാകി കിളിപ്പിക്കാൻ പാത്രമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 2 എണ്ണം ഇട്ടാലും മതി കേട്ടോ. ചിലപ്പം ചിലതൊന്നും കിളുക്കാതെ പോകും, ചിലപ്പോൾ കിളുത്ത് വരുന്നതിന് ആരോഗ്യമില്ലാതെ പോകും. അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ ഒന്നിലധികം വിത്തുകൾ ഒരേ സമയം മുളപ്പിക്കാൻ വെക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ വിത്ത് പാകി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ പാകി കിളിപ്പിച്ച വെണ്ട മാറ്റി നട്ടിരിക്കുന്നതാണ്. ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ 6 തൈകളെ മാറ്റി നട്ടിട്ടുണ്ട്. അവരൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇട്ടിട്ട് പോയ സമയത്ത് കണ്ടോ, കുറേ വെണ്ടയ്ക്ക ഉണ്ടായത് മൂത്ത് പോയിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം മുറിച്ച് കളയുവാണെങ്കിൽ അടുത്ത സെറ്റ് വെണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടായി വന്നോളും. ഇത് നമ്മുടെ കെയിൽ ചീരയാണ് കേട്ടോ. എത്ര വെയിൽ വന്നാലും കുഴപ്പമില്ല, കെയിൽ ചീര ഉണ്ടാകും. ഇതിൻ്റെ ഇല അടത്തി നമുക്ക് തോരൻ വെക്കാനായിട്ട് പറ്റും. ഇതുപോലെയാണ്. ഇതിൻ്റെ അടിയിലെ ഇലകളൊക്കെ കണ്ടോ തിന്ന് നശിപ്പിച്ചപ്പം ഇവിടെ മുകളിലത്തെ ഇലകൾക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഞാൻ ഓരോ സൂത്രവിദ്യകളൊക്കെ ചെയ്തു വെക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള കെയിൽ ചീരയുടെ ഇലകൾ കിട്ടുന്നത്. ഇനി നമ്മൾ ഇതുപോലുള്ളത് ഒഴികെ വളർത്താൻ പറ്റുന്നതെന്ന് പറയുന്നത് പാവല്, പടവലം, മത്ത, കുമ്പളം, വെള്ളരി, അതുപോലെ സാലഡ് കുക്കുംബർ ഒക്കെ നമുക്ക് ഈ സമയത്ത് വളർത്താവുന്നതാണ്. ഇവിടെ കണ്ടോ, പടവലത്തിൻ്റെ വിത്ത് കിളിർത്ത് വള്ളിയായിട്ട് മേളിലോട്ട് കയറുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇതിനകത്ത് ഈ ചീര നിൽക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ചീരയെല്ലാം പൂത്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളത് വലിച്ചു പറിക്കുവാണെങ്കിൽ ഈ ചെടിയുടെ ഇതും കൂടെ ഇളകിപ്പോരും. പിന്നെ ഒരു കാര്യമാണ്, ഈ വേനൽക്കാലത്ത് കീടങ്ങളുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം കീടങ്ങൾ ഉണ്ടേലും കൊള്ളാം ഇല്ലേലും കൊള്ളാം എന്തെങ്കിലും ജൈവ കീടനാശിനി ബിവേറിയ ആണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബിവേറിയ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു പാത്രത്തിലും കുറച്ച് കേൽച്ചീരയുണ്ട് കേട്ടോ. ഒരു 5-6 ചുവട് കേൽച്ചീരയുണ്ട്. അപ്പം നമുക്ക് എപ്പോൾ ആണെങ്കിലും ഒരു ഇലത്തോരൻ വെക്കാനൊന്നും ഇല്ലയെന്ന് വിചാരിച്ചാൽ ഇവിടെ 1-4 ഇല പറിച്ചാൽ മതി, നമുക്ക് സുഖമായിട്ട് തോരൻ വെക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് കാരറ്റ് പൂത്ത് നിൽക്കുന്നതാണേ. കണ്ടോ, നമ്മൾ ക്യാരറ്റ് പറിച്ചിട്ടുണ്ട്, ക്യാരറ്റ് തിന്നിട്ടുണ്ട്, പക്ഷേ ക്യാരറ്റിൻ്റെ പൂക്കൾ കണ്ടിട്ടില്ല. നല്ല സൂപ്പറായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ചെറിയൊരു നല്ല മണമുണ്ട്. ഇത് ഒരു ദിവസം 24 മണിക്കൂറും വെള്ളത്തിലിട്ട് കുതിർത്ത പാവലിൻ്റെ വിത്തുകളാണേ. അപ്പോൾ ഞാൻ ഇവിടേക്ക് അതങ്ങ് പാകി കൊടുക്കുവാണ്. കണ്ടോ, മണ്ണ് നല്ലോണം ഇളക്കിയിട്ട് പാവലിൻ്റെ വിത്തുകളെ പാകി കൊടുക്കാം. ഇത് ഇങ്ങനെ നമ്മൾ പാവലെടുക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ ഈ കൂർത്ത അറ്റം കണ്ടോ, അതൊന്ന് പൊട്ടിച്ചിട്ടിടുവാണെങ്കിൽ പെട്ടെന്ന് കിളുക്കും കേട്ടോ. അപ്പം ഞാനൊരു 4 വിത്തുകൾ വീതം ഒരു 4 എണ്ണം ഇവിടെ ഇട്ടു, ഒരു 4 എണ്ണം ഇവിടെ ഇട്ടു, ഒരു 4 എണ്ണം ഇവിടെ ഇടുവാണേ. പിന്നെ ബാക്കി നമുക്ക് വേറെ എവിടെയെങ്കിലും പാകി വെക്കാം. ഇത് നമ്മുടെ വാളമരയാണേ. വെളുത്ത വിത്തുകളുള്ള കയ്പും കമർപ്പും ഒന്നും ഇല്ലാത്ത നല്ല ഇനം വാളമരയാണ്. അതെല്ലാം തന്നെ ഇപ്പം അതിൻ്റെ സമയം കഴിഞ്ഞു, എല്ലാം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വിത്തുകൾ പൊട്ടിച്ചെടുത്ത് പാകി വെക്കണം. അപ്പോഴാണ് അടുത്ത വർഷത്തേക്കിനുള്ള ഇതാകുന്നത്. പിന്നെ നമുക്ക് പൊട്ടിക്കുവാണെങ്കിൽ കാണാം നല്ല വെളുത്ത വിത്തുകളാണ്. ചുമന്ന വിത്തുകളുള്ള വാളമരയുണ്ട്, പക്ഷെ അതിന് കമർപ്പ് കാണും കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് പടരാൻ സൗകര്യം കൊടുക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായി കിട്ടും. ഇത് ചെറിയ വിത്തായി പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. ഒരു 2 എണ്ണം 2 തടത്തിൽ പാകിയാൽ മതി. നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു സാധാരണ വീട്ടിലേക്ക് ആവശ്യമായ വാളമര നമുക്ക് കിട്ടും. ഈ സൈഡിൽ കൂടെ ഞാൻ വളർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് പടർന്നു കയറുന്നവരാണ്. ഇത് 2-3 ചുവട് പാവലുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ചുരക്കയാണേ. ഇത് കണ്ടോ, ചുരക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. നല്ല പുളിങ്കറി വെക്കാനൊക്കെ നല്ലതാണ്. ചുരക്ക അങ്ങോട്ട് വളർന്ന് കയറി ഉണ്ടായി തുടങ്ങുന്ന സമയമേ ആയിട്ടുള്ളൂ. അവിടെ ഇവിടെയൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന മറ്റൊരു സാധനമാണേ കുറ്റിയമര. ഇതുപോലെ കണ്ടോ, ഇത് കുറ്റിയായിട്ട് നിൽക്കുന്ന നല്ല, ആരോ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ടായിരുന്നു വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന കുറ്റിയമരയുടെ വിത്തുകളുണ്ടോ. എന്ത് കണ്ടോ, വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്നതാണ്.
ഇത് ഇതിപ്പം നേരെ കുറ്റിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ചിലതിനൊരു തലപ്പ് നീണ്ടുവരും. ആ തലപ്പൊന്ന് നുള്ളിയാൽ മതി, അവർ കുറ്റിയായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ നുള്ളാതെ വിട്ട ഒരെണ്ണം ഇങ്ങനെ മേളിലോട്ട് കയറിപ്പോയിണ്ടാന്ന് കണ്ടോ. അങ്ങനെ വിട്ടാലും നല്ലത് തന്നെയാണ്. ഇഷ്ടംപോലെ കൊലകളായിട്ട് ഓരോ മുട്ടിലും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് മുകളിൽ, പക്ഷെ പറിച്ചെടുക്കാൻ പ്രയാസമാണ് ഇവിടെ നിന്ന്. അപ്പം ഞാൻ വേറെ 2-3 എണ്ണം പാകി വെച്ചിട്ടുണ്ട്, കാണിക്കാവേ. ഈ ഒരു ബക്കറ്റിലും ഞാൻ പാകിയിട്ടുണ്ട്. ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം കിളുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി നോക്കാം. മുളയ്ക്കുന്നുണ്ടോ? മുളയ്ക്കുന്നുണ്ടായിരുന്നു, കണ്ടോ ഇട്ട് കുഴിച്ചിട്ടേക്കാം. വേറൊരെണ്ണം കൂടെ ഉണ്ട്, അതും അവിടെ മുളച്ചു വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ 2 സ്ഥലത്തേത് കിളുത്തിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വള്ളിയായിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ നെറ്റയിലോട്ട് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ മത്ത, പിന്നെ കുമ്പളം, പീച്ചിൽ കണ്ടോ. പീച്ചിലെല്ലാം നമ്മുടേത് ഈ വേനൽ കൊണ്ട് വെള്ളം ഒഴിക്കാൻ പറ്റാതെയൊക്കെ ശ്രദ്ധിക്കാതിരുന്ന സമയത്തൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വിത്തുകൾ പാകി ഒരു 45 ദിവസം അല്ലെ കൂടിപ്പോയ 2 മാസം കൊണ്ട് ഇവരെ നമുക്ക് വീണ്ടും വിളവ് തരുന്ന രൂപത്തിൽ ആക്കിയെടുക്കാനായിട്ട് പറ്റും. സ്നോ വൈറ്റ് കുക്കുംബറാണേ നമ്മളിവിടെ കൊടുക്കുന്ന വിത്തുകളാണ്, ഞാൻ പാകി വെച്ചതാണ്. അപ്പോൾ ഒന്ന് ഈ പാത്രത്തിലും നടണം, ഇതൊരെണ്ണം ഈ പാത്രത്തിലും നടാൻ വേണ്ടി മണ്ണൊക്കെ ഒരുക്കി സെറ്റാക്കി വെച്ചിരിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് സാലഡ് കുക്കുംബർ, അത് സ്നോ വൈറ്റ് വേണമെങ്കിലും സാധാരണ വേണമെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല കൂടിയ ഇനമായ സാലഡ് കുക്കുംബർ, ഡാർക്ക് ഗ്രീൻ കളറിലുള്ളത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അതേപോലെ ഇനി മഴ പെയ്യാത്തിടത്തോളം സമയം, ഇനി മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തണ്ണിമത്തനും നട്ടുപിടിപ്പിക്കാം. ആയിരിക്കുന്നുണ്ടോ, ആ പാത്രത്തിനകത്ത് ഞാൻ തണ്ണിമത്തൻ തൈ പാകി കിളിപ്പിച്ചിരിക്കുന്നതാണ്. പിന്നെ ആ പുറകിൽ കണ്ടോ, ആ പാത്രത്തിലെയും തണ്ണിമത്തൻ തൈയാണ്. അത് നമുക്ക് എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് കിളിപ്പിക്കാം. ഈ തൈകളെ ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് നടാൻ പോവുകയാണേ. അപ്പം ഇതിനകത്ത് കണ്ടോ 3 വിത്തുകൾ ഇട്ടതാണ്, 3ഉം കിളുത്തു വന്നു. പക്ഷെ എന്തോ കാരണവശാൽ കണ്ടോ ചൂട് കൂടിയിട്ടായിരിക്കും 2 എണ്ണം നഷ്ടപ്പെട്ടു പോയി. അപ്പോഴും നമുക്ക് 1 എണ്ണം കിട്ടും. ഇങ്ങനെ 2-3 വിത്തുകൾ വേണം ഈ സമയത്ത് പാകി കിളിപ്പിക്കാൻ. അപ്പം സാധാരണ നടുന്നത് പോലെ തന്നെയാണ് നമ്മൾ നടുന്നത്. ഇതിനകത്ത് മണ്ണിളക്കിയിട്ട് ഈ ചെടിയെ ഞാൻ ഇതേപോലെ പറിച്ചു വെക്കാൻ പോവുകയാണേ. കണ്ടല്ലോ, ചാണകപ്പൊടി ഇട്ടു. ഇനി അതിനകത്തേക്ക് ഈ ചെടിയെ വേര് പൊട്ടിപ്പോകാതെ കുറച്ചും കൂടെ ഒരു 4 ഇലയായിട്ട് മാറ്റി നട്ടാലും മതി കേട്ടോ. അപ്പം ഞാനിതങ്ങോട്ട് മാറ്റി നട്ട് വെക്കുക. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇതൊക്കെ നമ്മളിവിടെ പോട്ടിംഗ് മിക്സിനകത്ത് തന്നെയാണ് നടുന്നത്. അപ്പോൾ ഇതുപോലെ മണ്ണ് കൂട്ടിക്കൊടുത്താൽ ഇവർ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അപ്പം നമുക്ക് നല്ലോണം പൊതയിട്ട് കൊടുക്കണം, എങ്കിലേ ഇവർക്ക് ചോട്ടിൽ വേര് പോകുന്ന ഭാഗത്ത് ചൂടടിക്കാതിരിക്കുകയും നന്നായി കിളുക്കുകയും വിളവ് തരികയൊക്കെ ചെയ്യത്തുള്ളൂ. തണ്ണിമത്തൻ 3 ചോട് ഇതിനകത്തേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് പൊതയിട്ട് കൊടുക്കണം. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നത് കീടങ്ങളുടെ ശല്യം ഒഴിവാക്കണം. കീടങ്ങൾ വളരെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ജൈവ കീടനാശിനി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ സോപ്പ് വെള്ളമെങ്കിലും കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചുവട്ടിൽ നല്ലതുപോലെ പുതയിട്ട് കൊടുക്കണം. ചുവട്ടിൽ നനവും തണുപ്പും നിലനിർത്തണം. പറ്റുമെങ്കിൽ 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. രാവിലെ വെയിൽ വരുന്നതിന് മുന്നേയും വൈകുന്നേരം വെയിൽ ആറിയതിന് ശേഷവും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ മാസം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് എപ്പോഴും കിട്ടുന്നത് അടുത്ത മാസമാണ്. അതായത് മെയ്യിലും ജൂണിലുമായിട്ട് കിട്ടുന്നതാണ് നമ്മളിപ്പം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിൻ്റെ വിളവുകൾ. അപ്പോൾ ആരും മടി പിടിച്ചിരിക്കാതെ ഏപ്രിൽ മാസത്തിൽ ഇപ്പം വേനൽ ഇനിയിപ്പം അപ്പം മുന്നോട്ട് പോകും തോറും കുറഞ്ഞേ വരത്തുള്ളൂ. കുറച്ച് ദിവസം നമ്മൾ ഒരു കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ ആരും മടി പിടിച്ചിരിക്കാതെ ഇത്തരത്തിലുള്ള പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണം. എങ്കിൽ മാത്രമേ ആ മഴക്കാലമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്നും കൃത്യമായി പച്ചക്കറികൾ പറിച്ചെടുത്ത് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.